തീർച്ചയായും രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ശ്രീ പല്ലിശ്ശേരി, അതായത് താങ്കളുടെ ഓരോ എഴുത്തും വളരെ നിർണായകമായ സഹായകമായിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കും നമ്മെ. കാരണം താങ്കൾ എഴുതിയ കാര്യങ്ങൾ ഇതെത്തി നിൽക്കുന്നതിൻ്റെ കൾമിനേഷനൊക്കെ നോക്കുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള അതിൽ ലിങ്ക് തോന്നിക്കും. ഈ സോഴ്സ് ഗംഗോത്രി, ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നതിൻ്റെ വൈരാഗ്യത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഇവിടെ നിയമവിദഗ്ധർ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ പോലീസ് പറയുന്നത് ആ റിഹേഴ്സൽ നടന്ന സ്ഥലത്ത് ഉണ്ടായ ചില കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആക്രമണത്തിനിരയായ നടി ഈ പറയുന്ന ഭാര്യയായ നടിയോട് അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ദിലീപിന് വൈരാഗ്യം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അതേ സംബന്ധിച്ചൊക്കെ താങ്കൾക്ക് ഈ ഘട്ടത്തിൽ പറയാനാകും, നടിയുടെ പേര് പറയാതെ തന്നെ. പറയാൻ പറ്റും. നമ്മൾ ഇവിടെ പലരും പറഞ്ഞത് മുഖ്യമായിട്ടുള്ള ഈ പ്രശ്നക്കാരി ഈ നടിയാണെന്നാണ് പറയുന്നത്. എന്നാൽ സത്യാവസ്ഥ അങ്ങനെയല്ല. ഈ അമ്മയുടെ റിഹേഴ്സൽ സമയത്ത്, അതായത് ദിലീപും കാവ്യയും അവർക്ക് സംസാരിക്കാനും അവർ സ്നേഹിക്കാനും ഈ നടിയുടെ മുറി ചോദിച്ചു. ആ മുറി ചോദിക്കാൻ കാരണം ഈ നടനും ഈ നടിയും തമ്മിൽ നിരവധി സിനിമകളിൽ നായികന്മാരായിട്ട് അഭിനയിക്കുന്നു. മാത്രമല്ല അവരുടെ പല ബിനാമി ഇടപാടുകളിലും ഈ പീഡിപ്പിക്കപ്പെട്ട് വിധേയം നടി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടി അടുപ്പത്തിൻ്റെ പേരിലാണ് തൻ്റെ മുറിയുടെ താക്കോല് ഇവർക്ക് സംസാരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തത്. പക്ഷെ അങ്ങനെ ഇവർ ഈ രണ്ടുപേരും ആ മുറിയിലേക്കും പോകുന്നത് കണ്ട മറ്റു ചില നടികൾ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരായിട്ട് ഹൃദയബന്ധം സൂക്ഷിക്കുന്ന അത്ര അടുത്ത കൂട്ടുകാരികൾ വിളിച്ചു പറയുകയുണ്ടായി. വിളിച്ചു പറഞ്ഞപ്പോൾ ഇക്കാര്യം, അതായത് ഈ നടിയുടെ പീഡനത്തിനിരയായ നടിയുടെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഈ നടിയെ വിളിച്ചു ചോദിച്ചു. ആദ്യഘട്ടത്തിൽ അവർ നിഷേധിക്കുക ചെയ്ത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് നിഷേധിച്ചെങ്കിലും അദ്ദേഹം വളരെ രീതിയിൽ കർശനമായിട്ട് ഈ നടിയെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് പിന്നെ സത്യം തുറന്നു പറഞ്ഞത്. സത്യം തുറന്നു പറയുമ്പോഴും അറിയാം തനിക്കുള്ള കോടാലി താൻ തന്നെ തീർക്കുകയാണെന്ന് ആ നടിക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പൊ അങ്ങനെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായത്. അപ്പോഴും താൻ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന തൻ്റെ ഭർത്താവ് തന്നെ വഞ്ചിക്കില്ല എന്നുള്ള വിശ്വാസം അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ ദിലീപിനോട് മഞ്ജു വാര്യർ ചോദിച്ചു. അപ്പൊ മഞ്ജു വാര്യർ പറഞ്ഞപ്പോ ആദ്യം ദിലീപ് ഒഴിഞ്ഞു മാറിയെങ്കിലും അവസാനം സമ്മതിച്ചു, എനിക്ക് നീയും വേണം, രണ്ടുപേരും വേണം എന്നുള്ളത്. അപ്പോഴാണ് നോ, രണ്ടുപേരും ഭാര്യയുമായിട്ട് എടുക്കാം, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ കാവ്യ, ഈ രണ്ടുപേരിൽ ഒരാൾ മാത്രമേ ഉണ്ടോ. എങ്ങനെയാണ് ഞാൻ എൻ്റെ അഭിനയവും നൃത്തവുമായി പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ദിലീപ് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ, നീ എൻ്റെ ഭാര്യയായി ജീവിക്കുന്ന കാലം വരെ നീ നൃത്തം ചെയ്യാനും പോകുന്നില്ല, അഭിനയിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് വകവയ്ക്കാതെ തന്നെ മഞ്ജു വാര്യർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. എല്ലാം കൈവിട്ടു പോകുന്നു, താൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ആദ്യമായി ഗുരുവായൂരില് വീണ്ടും തൻ്റെ നൃത്തം അരങ്ങേറ്റത്തിന് പോയത്. ആ അരങ്ങേറ്റത്തിനിടയിലും മഞ്ജു വാര്യർ ആഗ്രഹിച്ചത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ നൃത്തം കാണാൻ വരും എന്നാണ് വിചാരിച്ചത്. അവിടെ സത്യനന്ദിക്കാടും രഞ്ജിത്തും അടക്കമുള്ള സംവിധായകരുണ്ടായിരുന്നു, എല്ലാ പ്രോത്സാഹനം കൊടുത്ത്. പക്ഷെ ഒരിക്കൽ പോലും ദിലീപ് അവിടേക്ക് വന്നിട്ടില്ല. അതാണ് ഇവരുടെ സംഘർഷത്തിന് കൂടുതൽ അയവ് വരുത്തിയത്. പിന്നെ അതിനുശേഷം ഈ എല്ലാ തെളിവുകളും മഞ്ജു വാര്യർ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വീട് വിട്ട് ഇറങ്ങിപ്പോയത്. വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോഴും എന്നേക്കുമായി ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ച് പോവുകയല്ല മഞ്ജു ചെയ്ത്. മഞ്ജുവിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ താൽക്കാലികമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും, ഈ കാർമേഘം മാറും, ഈ കാർമേഘം മാറും, തൻ്റെ ഭർത്താവ് തന്നിലേക്ക് തിരിച്ചു വരും, ഈ കുടുംബമായി ജീവിക്കുമെന്ന് ആഗ്രഹിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. അവിടുന്ന് സംഘർഷം മൂക്കുകയായിരുന്നു. ആലോചിക്കണം, അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പറയുമ്പോൾ കാവ്യമാധവൻ വിവാഹിതയായി പോയെങ്കിലും ഒരു രാത്രി പോലും സന്തോഷവതിയായി ജീവിക്കാൻ കാവ്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല, അവരുടെ ഭർത്താവിനും കഴിഞ്ഞിട്ടില്ല. അവിടെയും ക്രൂരനായ വില്ലന്റെ വേഷത്തിലാണ് ദിലീപ് ചെന്നത്.
ഒരു ഭർത്താവ് കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങള്, അത് വിവാഹത്തിന്റെ ആദ്യ ദിവസം തന്നെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങള് തൻ്റെ ഭാര്യയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ, അതായത് നീ ഭക്ഷിക്കാൻ പോകുന്നത് എന്റെ ഉച്ചിഷ്ടമാണ് എന്ന് പറയുന്ന രീതിയിലാണ്. തീർച്ചയായും സിനിമാ കഥകളുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ എത്താവുന്ന പല കാര്യങ്ങളും നേരിട്ടറിയാവുന്ന പല്ലിശ്ശേരി പല കാര്യങ്ങളും പങ്കുവെക്കുകയാണ്. പല്ലിശ്ശേരിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ വരദരാജൻ, എല്ലാ അഭ്യൂഹങ്ങൾക്കും വിട, എല്ലാവിധ പ്രചരണങ്ങൾക്കും വിട. കൃത്യമാണ് പോലീസിന്റെ അന്വേഷണം. ഏത് വമ്പൻ സ്രാവായാലും പിടികൂടപ്പെടും. അല്ലെങ്കിൽ അങ്ങനെ പിടികൂടാൻ പോലീസിന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഈ സർക്കാർ കാട്ടി. തെരുവീഥികളിൽ നിങ്ങളുടെ സർക്കാരിനെ, ഈ സർക്കാരിനെ ഒക്കെ ശ്ലാഘിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഇത് തുടരുമോ? യാതൊരു സംശയവും വേണ്ട, ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പോലീസും കൃത്യമായ ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. ആദ്യം ഈ കേസുണ്ടാകുമ്പോൾ ഇത് ഒരു സ്ത്രീയുടെ മാനത്തെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് വളരെയേറെ അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. നഗ്നചിത്രങ്ങൾ എടുത്തുവെന്നും വീഡിയോ പകർത്തിയെന്നും അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വരാൻ പോകുന്നു എന്നുമെല്ലാമുള്ള വലിയ പ്രചാരവേലകൾ നടന്നപ്പോൾ പ്രതിയെയും തൊണ്ടിയെയും പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് അന്ന് പ്രവർത്തിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുകയും താമസിയാതെ പിടിക്കുകയും തൊണ്ടി സാധനങ്ങൾ കണ്ടെത്താനുള്ള വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനുശേഷം നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലൂടെ പ്രതിയെ തന്നെ കണ്ടെത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾക്കറിയാം, ഈ സംഭവം നടന്നതിന് ശേഷം ഇന്നൊക്കെയായി നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരു നേതാവ് പറയുന്നത് കേട്ടു, 4 മാസക്കാലം സംരക്ഷിച്ചിട്ടാണ് പിണറായിയുടെ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് കേട്ടു. ഇത്തരം അല്പബുദ്ധികളുടെയും അല്പജ്ഞാനികളുടെയും ഇടയിലാണല്ലോ നമുക്ക് ജീവിക്കേണ്ടി വരുന്ന ദുര്യോഗം എന്ന് മാത്രമാണ് അത്തരം പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. തീർച്ചയായും പ്രതിയെ കണ്ടെത്തുകയും അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരികയും അത് സംബന്ധമായി പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്ന കുറ്റമറ്റ കേസ് ഡയറികൾ തയ്യാറാക്കി കേസ് കൊടുക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടെ നിൽക്കുന്ന ആളുകളെപ്പോലും പറഞ്ഞു വഞ്ചിച്ചുകൊണ്ട് ഇത്തരമൊരു ഹീനകൃത്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയുന്നു എന്നുള്ളതും അത് മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മാന്യത നടിച്ച് നടക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചതിനെയും പൂർണ്ണമായി തകർത്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് മുന്നോട്ട് പോയത്. തീർച്ചയായും കേരളത്തിലെ പോലീസും അതിൻ്റെ മേധാവിയും അടക്കമുള്ള ആളുകൾ കാണിച്ച സംയമനം, ബുദ്ധിപരമായ നീക്കം, അത് തീർച്ചയായും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പൊൻതൂവലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിനെയും പോലീസിനെയും പ്രശംസിക്കാത്തവരായി ആരും തന്നെയില്ല. രാഷ്ട്രീയ തിമിരം ബാധിച്ച ചില ആളുകളൊഴികെ സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ ആളുകളും ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും നടപടിയെ ശ്ലാഘിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ രംഗത്ത് നിൽക്കുന്നത്. അത് തുടരുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ശ്രീ എ സജീവൻ, ശ്രീ കെ വരദരാജൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രൗഢഗംഭീരമായി ശാന്തമായ നീക്കമായിരുന്നു പോലീസിൻ്റേത്. ആ സമഗ്രത ഒരു പക്ഷേ നമുക്ക് ബോധ്യമായത് ദിലീപ് കൈവിലങ്ങണിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴാണ്. അതുവരെയും പല വിധത്തിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലുമുള്ള കക്ഷി രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള പല നീക്കങ്ങളും പോലീസിന് മേലും സർക്കാരിന് മേലും അണിയിച്ചു. പക്ഷേ അതൊക്കെ രാഷ്ട്രീയമായ കാര്യങ്ങൾ എന്ന് കരുതി നമുക്ക് വിടാം. പക്ഷേ ഈ പോലീസ് ഈ വിഷയത്തിൽ എടുത്ത വളരെ ഗംഭീരമായ നടപടികൾ, സജീവൻ. തീർച്ചയായിട്ടും പോലീസിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് അവർ നിശബ്ദമായിട്ട് ഒരു തരത്തിലും അനാവശ്യമായ പ്രതികരണങ്ങളില്ലാതെ, അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങളില്ലാതെ അവരുടെ പ്രവർത്തനം വളരെ നിശബ്ദമായിട്ട് മുന്നോട്ടേക്ക് പോയി എന്നുള്ളതാണ് ഈ കേസിൽ പോലീസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെ ഭീകരമായ രൂപത്തിൽ പോലീസിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും തുടക്കം മുതൽ തന്നെ, അതും പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ, രാഷ്ട്രീയ പ്രതിയോഗികളുടെ മാത്രമല്ല, ഈ സർക്കാരിൻ്റെ പ്രതിയോഗികൾ പറയുന്നത് സ്വാഭാവികമാണ്.
മാധ്യമ രംഗത്ത് നിന്ന് പോലും പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ പോലീസ് ഇതാ അട്ടിമറിക്കുന്നു എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഈ ദിലീപ് പോലീസ് കസ്റ്റഡിയിലായ അന്ന് പോലും മാധ്യമങ്ങൾ ഇത് അറിയാത്ത സമയത്ത്, വൈകുന്നേരമാണല്ലോ മാധ്യമങ്ങൾ ഇത് അറിയുന്നത്, അന്ന് രാവിലെ പോലും പലരും ആശങ്കപ്പെട്ടത് ഇതാ അട്ടിമറിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ നടിയെ ആക്രമിച്ച കേസിൽ ഒരു അന്വേഷണം നടക്കുന്നില്ല, ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടായിട്ടില്ല, ഇതോടുകൂടി തേച്ചു മാച്ചു കളഞ്ഞു എന്ന് എൻ്റെ അടുത്ത് തന്നെ പല ആളുകളും പൊതുവെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടതുമാണ്. ഇതാണ് നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസിൻ്റെ പ്രവർത്തനങ്ങളെ പലപ്പോഴും പോലീസിനെങ്കിലും സംരക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ഈ കേസിൽ അതും ഉണ്ടായില്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ DGP അല്ല, ഇപ്പോൾ വിരമിച്ച DGP സെൻകുമാർ വിരമിക്കുന്നതിന് തൊട്ട് മുമ്പേ ഇറക്കിയിട്ടുള്ള സർക്കുലർ, അതിൽ ഈ പ്രശ്നത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അങ്ങനെ സർക്കുലർ ഇറക്കേണ്ട അദ്ദേഹം കസേരയിൽ നിന്ന് ഇറങ്ങി മാറുകയാണ്. ആ ദിവസം അവസാനമായിട്ട് ഇറക്കിയുള്ള സർക്കുലർ പോലും ഈ പ്രശ്നം എന്തോ ഒരു ഭീകരമായ രൂപത്തിൽ അട്ടിമറിക്കാൻ പോകുന്നു, ഇതെവിടെയും എത്താൻ പോകുന്നില്ല എന്ന രൂപത്തിലായിരുന്നു. ഇത് അന്വേഷണത്തിൻ്റെ രീതി ഇങ്ങനെയല്ല, ഒരു തെളിവും കിട്ടാതെയാണ്, അദ്ദേഹം പറഞ്ഞ വാക്ക്, ഒരു തെളിവും കിട്ടാതെയാണ് നടത്തിയിട്ടുള്ളത്. ഈ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള കാശ്യപനെ മാറ്റിവെച്ചുകൊണ്ട് തീർത്തും അവഗണിച്ചുകൊണ്ട് സന്ധ്യ ഇത് ഹൈജാക്ക് ചെയ്തു. അങ്ങനെ സന്ധ്യയുടെ ഒരു ഏകപക്ഷീയമായുള്ള കളികളിലേക്ക് പോവുകയും അവർക്ക് പേരെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു എന്ന് അപ്പോൾ പറയുകയും സന്ധ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് കാശ്യപനെ ഇത് ഏൽപ്പിക്കുന്ന അദ്ദേഹം ഉത്തരവിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വന്നപ്പോൾ പോലും ഇതേ കാര്യം പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന പൊതുജനം, എന്നെപ്പോലുള്ള ആളുകൾ, സാധാരണക്കാരായിട്ട് ആളുകൾ എന്താണ് വിശ്വസിക്കുക? പോലീസിൽ ഇത് അട്ടിമറി സംഭവിക്കുന്നു, ഇത് വെറും കണ്ണിൽ പൊടിയിടുന്ന ഒരു തരത്തിലുള്ള അന്വേഷണമാണ് എന്ന ചിന്തയിലേക്ക് പോകും. അത് അവസാന ഘട്ടത്തിൽ പോലും ഈ 2 ദിവസം പോലും ഇതേ കാര്യം പറഞ്ഞു, ഇതേ സംഭവം പറഞ്ഞു, ഇതിനുള്ള പ്രതികരണങ്ങൾ മുഴുവൻ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് ജനങ്ങൾ അത് വിശ്വസിച്ചിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒന്നാണ് ഈ കേസ് സംസ്ഥാന പോലീസ് അന്വേഷിക്കേണ്ട, ഇപ്പോഴത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കേണ്ട, ഇത് CBIക്ക് കൊടുക്കണമെന്നുള്ള ഒരു വാദം. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഒരേപോലെ വന്നു. ഇത് CBIക്ക് കൈമാറണം. അതിനവർക്ക് ബലമായി മാറിയത് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന ഈ ജിഷ്ണു പ്രണോയുടെ കേസ്. ജിഷ്ണു പ്രണോയുടെ കേസിൽ പോലീസ് ഒന്നും നിഷ്ക്രിയമാണ് എന്ന് ജിഷ്ണു പ്രണോയുടെ ബന്ധുക്കൾ പോലും പറഞ്ഞപ്പോൾ അപ്പോഴാണ് സർക്കാർ മുഖ്യമന്ത്രി നേരിട്ട് CBI അന്വേഷിക്കട്ടെ നിലപാടിലേക്ക് എടുത്തത്. അതിൻ്റെ പിന്നാലെ ഇതും പോകുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഇവിടെ ഒന്നിനും കൊള്ളാത്ത ഒന്നാണ് എന്ന് വരുമായിരുന്നു. അങ്ങനെ സർക്കാരിന് എപ്പോഴും ക്ഷീണമുണ്ടാക്കുന്ന ആഭ്യന്തര വകുപ്പാണല്ലോ. അങ്ങനെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് വളരെ മോശമായൊരു ചിത്രം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമത്തിന് ഇടയിലാണ് അത്ഭുതകരമായിട്ട് ഈ കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതും ദിലീപിനെ വിലങ്ങണിയിക്കുന്നതും ദിലീപ് ജയിലിലേക്ക് പോകുന്നു. ഇത് സർക്കാരിൻ്റെ സർക്കാരിന് ഇത് പോലീസ് എന്തുമാത്രം ചെയ്താലും സർക്കാരിന് ഇടപെട്ടുകൊണ്ട് അട്ടിമറിക്കാവുന്നതാണ്. നമ്മളതിനെ അട്ടിമറിച്ച കുറേ അനുഭവങ്ങൾ പല സർക്കാരുകളുടെ കാലത്തും ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വളരെ ക്ലീനായിട്ട് ഒരാളോട് പോലും അവകാശവാദങ്ങളും ഉണ്ടായില്ല. അതാണ് വേറൊരു കാര്യം നോക്കേണ്ടത്. സാധാരണ മുഖ്യമന്ത്രിമാരൊക്കെ വരുമ്പോൾ അവകാശവാദങ്ങളുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നതിന് മുമ്പ് തന്നെ പത്രസമ്മേളനം നടത്തിയിട്ടൊക്കെ രംഗത്ത് വരും. ഇവിടെ ഈ സമയത്ത് ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ പോലും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ചോദിച്ചപ്പോൾ പോലും വളരെ കുറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം പ്രതികരിച്ച്. ഞാനൊക്കെ തന്നെ മുഖ്യമന്ത്രി ഇതിൽ തെളിവില്ല, അല്ലെങ്കിൽ ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിശക്തമായിട്ട് വിമർശിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ അത്ഭുതം തോന്നുന്ന രൂപത്തിൽ ഇതായി സർക്കാർ ഇടപെട്ടിട്ടില്ല എന്നൊരു കാര്യം അത് തുറന്നു പറയാതിരിക്കാൻ പറ്റും. കാരണം വളരെ ശ്രദ്ധേയമായ അടുത്ത കാലത്ത് നടന്ന കേസന്വേഷണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കേസന്വേഷണമാണ് നടന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദിലീപിനെതിരെ വെറും ഒരു 120B ചാർത്തി മാത്രമല്ല ഉള്ളത്, 9 ചാർജസാണ് ദിലീപിനെതിരെ ഉള്ളത്. അതിന് പോലീസിന് കിട്ടിയിട്ടുള്ളത് സാധാരണ ഇതിൽ 120Bയിൽ കിട്ടാവുന്ന തെളിവുകൾ നടന്ന ഈ മെറ്റീരിയൽ എവിഡൻസ് കുറവായിരിക്കും. പക്ഷേ ഇവിടെ മെറ്റീരിയൽ എവിഡൻസ് ഉൾപ്പെടെ 19 തെളിവുകളാണ് പോലീസിൻ്റെ കയ്യിൽ, സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളാണ് ഉള്ളത്. അത് വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ്. ഈ കേസിൽ എന്തെല്ലാം അട്ടിമറികളും ഈ പ്രതിഭാഗം എന്തെല്ലാം തരത്തിൽ ഇതിൽ വല്ല തരത്തിൽ പഴുതുകൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ പോലും ആ കേസ് വളരെ സ്ട്രോങ് ആണെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ 19 തെളിവുകൾ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു,
അതായത് ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ചില കാര്യങ്ങളെ വളരെ ക്രിയാത്മകമായി വിമർശിക്കുകയും പോലീസിന്റെ ഗതി പോക്ക് മറ്റുമനുസരിച്ച് പോലീസിന്റെ നിലപാടുകളെ ശക്തമായി പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തു. നമ്മളൊക്കെ ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ DGPയുടെ അവകാശവാദങ്ങൾ, ഒരുപക്ഷെ സർക്കാരിന് മേൽ കരിനിഴൽ വീഴ്ത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ അവകാശവാദങ്ങൾ അടക്കം ഇപ്പോൾ ചർച്ചയാണ്. എപ്പോഴും നമ്മൾ മാധ്യമങ്ങൾ ആ ട്രെൻഡുകൾക്കനുസരിച്ച് പോവുകയും ഭൂതകാലത്ത് നടന്നതിനെക്കുറിച്ച് ഒരിക്കലും ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യും. അന്നുണ്ടായ ആ പരിക്കുകളൊക്കെ അതേ കണക്ക് തുടരുകയും ചെയ്യുന്ന ഒരു മാധ്യമ തന്ത്രമുണ്ട്. അതൊന്നുമല്ല, ഇവിടെ കൃത്യമായി അതൊക്കെ ബാക്കിലേക്ക് പിടിക്കേണ്ടതുണ്ട്. അതൊക്കെ തെളിഞ്ഞിരിക്കുന്നു. വലിയ അക്കങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉള്ള ആൾ 3 അക്കത്തിൽ ഒതുങ്ങി 523 എന്ന നമ്പറിൽ ജയിലിൽ. അതിനകത്ത് ഇന്നലെ ഈ ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ ദിലീപിന് ഉള്ള ഒരു വലിയ പോപ്പുലാരിറ്റി ആക്ടർ എന്നുള്ളത്, ആ പോപ്പുലാരിറ്റി റിഫ്ലക്ഷൻ എന്ന നിലയ്ക്ക് വലിയൊരു ജനവിഭാഗം, എനിക്ക് തോന്നുന്നു പകുതിയിലധികം മലയാളികൾ ദൃശ്യമാധ്യമ ചാനലുകളുടെ മുന്നിൽ, ന്യൂസ് ചാനലിൻ്റെ മുന്നിൽ ഇന്നലെ എത്തിയിട്ടുണ്ട്. അത് എല്ലാത്തിൻ്റെയും റേറ്റിംഗ് വെച്ച് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. അനവരതം അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ ചാനലുകൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരുണ്ട് എന്നർത്ഥം. അങ്ങനെ ഇരിക്കുമ്പം എല്ലാ ചാനലുകളും ഒരു നിലപാടെടുത്ത് സർക്കാരിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടല്ലോ, ഉചിതമായ ഇടപെടൽ, പോലീസിനെ സ്വതന്ത്രമാക്കി നിലനിർത്തിക്കൊണ്ട് അവരുടെ എല്ലാ അന്വേഷണങ്ങൾക്കും ഒരു തരം വിലങ്ങുതടിയായി നിൽക്കാതെ, ഒരു തരം സ്ഥാപിത താല്പര്യത്തിൻ്റെ എംപ്ലോയ്മെൻറ്റും ഇല്ലാതെ പോലീസിൻ്റെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും റിസൾട്ടിലെത്തിക്കുകയും ചെയ്ത വലിയ നിലവാരത്തിലുള്ള വിജയം, സർക്കാരിൻ്റെ വിജയം എന്ന നിലയ്ക്ക് സർക്കാരിൻ്റെ വിമർശക വിഭാഗങ്ങളായ മാധ്യമങ്ങൾക്ക് പോലും പറയേണ്ടി വരുന്നൊരവസ്ഥ ഇന്നലെ ഉണ്ടായി. ഞാൻ പറയുന്നത് അതൊരു ഘട്ടത്തിൻ്റെ പര്യവസാനമാണ്. ദിലീപ് ജയിലിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ബാക്കി വെച്ച് നാം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ദിലീപിനെ സംബന്ധിച്ച ഭൂതകാലമല്ല. ശ്രീ പല്ലിശ്ശേരി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം പല വാർത്തകളും പത്രങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. അതെ, ഞാൻ പറയുന്നത് അതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ കേസിൻ്റെ വിചാരണാ ഘട്ടത്തിൽ മാത്രം കാര്യക്ഷമമായ കാര്യങ്ങളാണ്. ഒരു വലിയ അധ്യായം കഴിയുന്നത് ദിലീപിനെ പോലെ അതികായനായ ബിഗ് ഫ്രേ അയാളെ പിടിച്ച് ജയിലിലാക്കുന്നു എന്നുള്ള സാധാരണഗതിയിൽ നമുക്ക് 2 കാരണങ്ങളാൽ പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. ഒന്ന് ദിലീപ് എന്ന വലിയ ആൾ, മറ്റൊന്ന് കേരള പോലീസിനെ എടുത്തു കാണിക്കത്തക്ക വിധത്തിൽ വിജയങ്ങളുള്ള ഒരു കേസും അടുത്ത കാലത്ത് ഉണ്ടായിരുന്നില്ല സാർ. ജിഷ്ണു പ്രണോയ് അടക്കമുള്ള കേസുകളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പരാജയം മാത്രം നേടിക്കൊണ്ടിരുന്ന പോലീസ് കൃത്യമായും അതിനെ സ്വതന്ത്രമാക്കുമ്പോൾ കൃത്യനിഷ്ഠതയോടെ ആ അർത്ഥത്തിലൊരു കേസ് വിജയിപ്പിച്ചിരിക്കുന്നു. പോലീസ് ഒരു മാതൃകയാവുന്നു. ആ പോലീസിനെ നയിക്കുന്ന മന്ത്രി മാതൃകയാവുന്നു. ഭരണ വിഭാഗം തന്നെ ഒരു മാതൃകയാവുന്നു. അതാണ് ഒരു വശം. രണ്ടാമത്തെ വശം എന്നെ ആശങ്കാകുലപ്പെടുത്തുന്ന കാര്യം അതാണ്. ഒരു വിജയം നേടിയെങ്കിലും അമ്മയെന്ന സംഘടനയുടെ അവസ്ഥയെക്കുറിച്ചാണ് സത്യത്തിൽ ഏറ്റവും പരമദയനീയമായിരിക്കുന്നത്. ജയിലിലേക്ക് പോയ ഈ ദിലീപിനേക്കാൾ എത്രയോ ദയനീയമായ അവസ്ഥയിലാണ് അമ്മയെന്ന സംഘടന. ഒരു സംഘടനയ്ക്ക് വരുന്ന മൂല്യച്യുതിയെ സംബന്ധിച്ച തീർച്ചയായും അത് കാതലാണ്. അത് തുടരാം. ശ്രീ ഭാസ്കരേന്ദ്ര, ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ ബാബുരാജ്, സിനിമാ നടൻ കൂടിയായ ബാബുരാജ് ഉണ്ട്. ശ്രീ ബാബുരാജ്, താങ്കൾ നിയമം പഠിച്ചിട്ടുള്ള ആളാണ്, ചില കേസുകളിലൊക്കെ ഉൾപ്പെട്ടു പോയിട്ടുള്ള ആളാണ്. പക്ഷെ അതുപോലെ ഒന്നുമല്ല ഇത്. അതൊക്കെ നിരപരാധിയുടേതായ വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വളരെ മ്ലേച്ഛമായൊരു കേസ്, ആ മ്ലേച്ഛമായ കേസിലേക്ക് ഒരു നടൻ വിലങ്ങണിയിച്ച് പോകുന്നു. അത് സിനിമാ മേഖലയ്ക്കാകെ ഉണ്ടാക്കാവുന്ന ഒരു ദുഷ്പേര്. അവിടെ സംഘടന എന്നുള്ള നിലയിൽ നിങ്ങളുടെ അമ്മയൊന്നും ക്രിയാത്മകമായി ഇടപെടാത്തതിൻ്റെ പരാതികൾ, പരിഭവങ്ങൾ അതൊക്കെ ഇപ്പോഴും വേട്ടയാടുന്നു. ശ്രീ ബാബുരാജ്. ഹലോ, ബാബുരാജ് കേൾക്കാമോ? തീർച്ചയായിട്ടും കേൾക്കാം. അല്ല, ഇപ്പോ എന്തായാലും വളരെയധികം അമ്മയിലെ ആൾക്കാരെല്ലാം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യം. പക്ഷെ ഈ പ്രതികരണമെല്ലാം കുറച്ചുകൂടി നേരത്തെ ആവേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇപ്പോ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഒരാൾ പെട്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാൾ എന്തും കാണിക്കാമല്ലോ എന്ന് പറഞ്ഞത് ശരിയല്ല. അയാൾ അതിനു മുമ്പേ പറയണം. അതിനുള്ള ചങ്കൂറ്റം ആരും കാണിച്ചില്ല. അത് നമുക്കൊരു വിഷമമുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ആദ്യമേ ചാടി പുറപ്പെട്ടത്. പക്ഷെ ഇപ്പൊ എല്ലാവരും പല കാര്യങ്ങളും പറയുന്നു. ഇപ്പൊ ഇനി പറയുന്ന കാര്യത്തിലൊന്നും യാതൊരു അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ ഇന്നസെന്റ് ഏട്ടൻ പറയുന്നു ഞാൻ ഷോക്കിലാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഒരു MP ആയ ഒരാള്, അല്ലെങ്കിൽ ഒരു MLA, ഇവർക്കൊന്നും ഇതിനെ കുറിച്ച് വിവരമില്ലെങ്കിൽ പിന്നെ ആർക്കാ വിവരം ഉണ്ടാവുന്നത്?
ഇതൊക്കെ ഇവർക്ക് അറിയാൻ പറ്റില്ല. ഇത് ഇയാളൊരു സംശയത്തിന്റെ നിഴലിലാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഇവരറിയേണ്ടതാണല്ലോ. ഒരു ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളെ പോലും വിളിക്കാൻ വിമുഖത കാണിക്കുന്ന ഇവർക്ക് ഈ വക കാര്യങ്ങളിൽ അറിവില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതാണ് ബാബുരാജ്. അതായത് താങ്കൾ, ഞാൻ നേരത്തെ ചോദിച്ച പോലെ നിയമം പഠിച്ചിട്ടുണ്ട്. ഒരു അപൂർവമായി ഉണ്ടാകാവുന്ന ഏതെങ്കിലും ഒരു തല്ലോ അല്ലെങ്കിൽ അടിയോ അങ്ങനെ ഒരു കേസിൽ പെടുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശിക്ഷ അനുഭവിക്കുന്നതോ, താങ്കളൊക്കെ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തി കൂടിയാണ്. പക്ഷേ അതൊന്നുമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. താങ്കളൊക്കെ വളരെ അന്തസ്സായി വിവാഹം കഴിക്കുകയും സിനിമാ മേഖലയിൽ നിന്നുള്ളവർ വിവാഹം കഴിക്കുകയും ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ വളരെ അന്തസ്സോടുകൂടി ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരുപാട് മാതൃകകൾ ബാബുരാജിനെ പോലെ സിനിമാ മേഖലയിലുണ്ട്. പക്ഷേ ഈ ദിലീപ് എന്ന നടന്റെ ഈ പെരുമാറ്റം ഒരു പക്ഷേ കൂട്ടമായുള്ള ഒരു മോശപ്പേരിന് ഇടയാക്കിയെങ്കിൽ അതിനെ പ്രതിരോധിക്കുക കൂടി നടന്മാരെ പ്രതിരോധിച്ച് നടന്മാർക്ക് വേണ്ടി നടിമാർക്ക് വേണ്ടി അതിനെ പ്രതിരോധിക്കുക കൂടി സംഘടന ഏറ്റെടുക്കണമായിരുന്നില്ലേ? അല്ല, അതിനകത്ത് ഒരു കാര്യം ആലോചിക്കുക. ഇതിനകത്ത് ഈ ഇതിൽ അനുഭവിക്കേണ്ടി വന്ന കുട്ടി സംഘടനയിലെ ആളാണ്, ഒരാളാണ്. അവിടെയാണ് നമ്മുടെ വ്യത്യാസം. ഇത് അവിടെ വെച്ച് ഇവരെല്ലാവരും കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഞാൻ എന്നിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങൾ രാജിവെക്കണം എന്ന് പറയാൻ കാരണം അത്രയും അവര് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാതെ രണ്ടുപേരും ഞങ്ങൾക്ക് തുല്യരാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഞങ്ങൾ പരസ്യമായിട്ട് ഞങ്ങൾ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. കാരണം മറ്റാൾ പെട്ടു, ഇനിയിപ്പോ പുറത്തു വരില്ല എന്നൊക്കെ വെച്ചോണ്ടായിരിക്കാം. അതൊക്കെ ഒരു ഇരട്ടത്താപ്പ് നയമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഒരാൾ വീട് കഴിഞ്ഞിട്ട് പിന്നെ അവന് ചവിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇത് അതിനു മുമ്പേ ആലോചിക്കണ്ടേ, അതിനു മുമ്പേ പറയണ്ടേ? അല്ല, അതിനു മുമ്പേ അങ്ങനെ രീതിയിൽ അല്ലെങ്കിൽ അത്തരം ഒരു പ്രീ കാൽക്കുലേഷനോട് കൂടി അല്ലെങ്കിൽ ഒരുപക്ഷെ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കൃത്യമായി അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക, അതുവഴി ഇനി ഏതെങ്കിലും രീതിയിൽ നിരപരാധിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ദിലീപിന്റെ പേരിലുള്ള പാവഭാരം ചുമക്കേണ്ടി വരുമല്ലോ. ആ ഉത്തരവാദിത്വമായിരിക്കില്ലേ ഒരുപക്ഷെ നടന്മാരെയും അല്ലെങ്കിൽ ആ കൂട്ടായ്മയും അങ്ങനെ നയിപ്പിച്ചത്? ഞാനൊരു കാര്യം ചോദിച്ചത്, നമ്മുടെ കുടുംബത്തില് രണ്ടുപേരും ചേട്ടനും അനിയനും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയാ? നമ്മള് ഒരാൾക്ക് പ്രശ്നമുള്ള ഒരാളുടെ കൂടെ അല്ല ഇത് ആർക്കും അതിന്റെ ഭവിഷ്യത്തുണ്ടായ അവരെയല്ല. അത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർക്കൊരു താങ്ങും തടലും നമ്മൾ കൊടുക്കേണ്ടത്. അതൊരു പെൺകുട്ടിയല്ലേ. അവിടെ എത്രയോ സ്ത്രീകൾ ഉണ്ടായിരുന്നു അവിടെ മെമ്പേഴ്സായിട്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ നമ്മൾ ആ പറയുന്നതിൽ യാതൊരു രണ്ടുപേരും ഞങ്ങൾക്ക് ഒന്നാണെന്ന് പറഞ്ഞതിലൊക്കെ അർത്ഥമില്ല. അത് തന്നെയല്ല എനിക്ക് ഏറ്റവും വിഷമിച്ച കാര്യം. ഞാൻ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കാര്യം അന്ന് തുടങ്ങിയത് തന്നെ പാട്ടോടുകൂടിയാണ്. ഒരു പാട്ട് ആദ്യം മനോജ് കെ ജയനോട് പാടാൻ പറയുന്നു, അദ്ദേഹം പാടിയില്ല. രഘുവേട്ടൻ വന്ന് പാടുന്നു. അതിനുശേഷം മിമിക്രി, കലാപരിപാടി, ഇതൊക്കെ വളരെ മോശമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് വളരെ ആൾക്കാരെ മണ്ടൻ കളിപ്പിക്കാൻ നോക്കുന്ന പരിപാടി. എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനൊക്കെയാണ് ഞാൻ ഈ പ്രതികരിച്ചത്. അത് വളരെ മോശമാണ്. അതേസമയം അവിടെ ഒരു ശിക്ഷയായിരുന്നു ആവശ്യം. നമ്മുടെ കുട്ടിക്ക് ഒരു പ്രശ്നം പറ്റി, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആൾക്ക് ആരോപണം ഉണ്ടായി എന്നൊക്കെ അങ്ങനെ ഒരു അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു വൈകാരികമായ സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കി ആ കുട്ടിയെ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ പോയി ഇതൊന്നും ഉണ്ടായില്ല അവിടെ. അതാണ് ആട്ടവും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അങ്ങനെ ചേരുക, അങ്ങനെ ആഘോഷിക്കുക. അതിനുശേഷം ഒരുപക്ഷെ ഈ രീതിയിൽ സാങ്കേതികമായി മാത്രം സംസാരിക്കുക. രണ്ട് മക്കളും ഒരുപോലെയാണ്, ഒരുപക്ഷെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ശരിയെന്ന് തോന്നുന്ന രീതിയിൽ സാങ്കേതികമായി സംസാരിക്കുക. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ധാർമ്മിക കടമകൾ അവർ നിർവഹിച്ചില്ല. അതാണ് ഈ തിരിച്ചടിക്കൊക്കെ, ഇത്തരം യുക്തിസഹമായ തിരിച്ചടികൾക്കൊക്കെ പരിണാമത്തിലേക്ക് പോയത് എന്നാണോ താങ്കൾ നിരീക്ഷിച്ചത്? തീർച്ചയായിട്ടും. ഇപ്പൊ താങ്കളും ഞാനും ഈ നാട്ടിലെ ജനങ്ങളും എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി ഇതെല്ലാം വിശ്വസിക്കും ആൾക്കാർ. പക്ഷെ നേരത്തെ നമ്മൾ ഒരു ഈ കഥയിൽ കൊണ്ട് വളം വെക്കാൻ പറഞ്ഞ പോലെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിപ്പോ രാജു ഒക്കെ പറഞ്ഞു പോയതിൽ എനിക്ക് പൃഥ്വിരാജൊക്കെ ഇന്ന് വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ പോയി ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, അതൊക്കെ വളരെ ബോൾഡായിട്ടുള്ള തീരുമാനമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ആസിഫ് അലി അവരൊക്കെ പറയുന്നതിൽ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നി. സിനിമാ മേഖലയിൽ നിന്ന് വളരെ ക്രെഡിബിൾ ആയ ഒരു ആക്ടർ എന്നുള്ള നിലയിലാണ് താങ്കളോട് ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. അതായത് ദിലീപ് എന്ന അധ്യായം ഒരുപക്ഷെ ഏതാണ്ട് ക്ലോസ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ മാഫിയ പ്രവർത്തനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് പുറത്തെത്തുന്ന എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്, ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ അതൊക്കെ ക്ലോസ് ആകും അല്ലെങ്കിൽ വീഴും. ഇനി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു പൃഥ്വിരാജ്, ആസിഫ് അലി അടക്കം ഒരു എതിർനിര അല്ലെങ്കിൽ WCCയെ പോലെയുള്ള വുമൺ കൂട്ടായ്മകൾ, ഇതിനൊക്കെയുള്ള ഒരു സാധ്യത, അങ്ങനെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക മേഖലയായി സിനിമ മാറും ഇതിനുശേഷം.
ദിലീപിന് ശേഷമുള്ള അധ്യായം എന്ന് കാണാമോ എന്ന് പറയുന്നുണ്ടോ ബാബുരാജ്? തീർച്ചയായിട്ടും ഇപ്പൊ മമ്മൂക്ക തന്നെ പറഞ്ഞല്ലോ, മമ്മൂക്കയും ലാലേട്ടനുമുള്ള ആ സദസ്സിൽ തന്നെ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. കാരണം ഇത് എത്ര നാളാണ് ഇങ്ങനെ നമ്മളത് ഇങ്ങനെ അവിടെ ഒരു ജനാധിപത്യമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുക. ആരെങ്കിലും എന്തെങ്കിലും ശബ്ദിച്ചാൽ അവനെതിരെ തിരിയും, അവന് സിനിമയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അതിൽ പേടിക്കുന്ന കുറെ ആൾക്കാർ ഇല്ലേ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഓരോ സംഘടനയും ഇതുപോലുള്ള സംഘടനകളെല്ലാം വരുന്നത് അവരുടെ ക്ഷേമത്തിനായിട്ടാണ്. ഇവിടെ എന്ത് പ്രവർത്തനം നടക്കുന്നു, കുറെ പൈസ നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കൈനീട്ടം കൊടുക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ അത് മാത്രമല്ലല്ലോ, ഒരാൾക്കൊരു ജനറൽ ബോഡി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഒരാൾക്ക് സംസാരിക്കാനാണ്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ അത് പറയാനാണ്, അത് കേൾക്കാനാണ്. അല്ലാതെ ഒരു വലിയൊരു സദ്യയും കഴിച്ച് കൈയടിച്ച് പാട്ടും പാടി മറ്റേ അവരുടെ കുറച്ച് കാര്യങ്ങളും കേട്ട് പോകുന്നു. അതായത് ബാബുരാജ്, ഈ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയാണ് ഒരു പക്ഷേ ഒരു ന്യൂ ജനറേഷൻ രീതിക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാമെങ്കിൽ ആ രീതിയിലേക്കൊക്കെ ഒരു പുതുമ കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ സിനിമയ്ക്ക് പിന്നിൽ ഉള്ള ഇത്തരം മാലിന്യങ്ങളെ ഒക്കെ നശിപ്പിക്കാൻ ഒരു പക്ഷേ ഈ ദിലീപിന്റെ കാരാഗ്രഹം വഴി തെളിക്കും അല്ലേ? അല്ല, അങ്ങനെ നമ്മൾ ഒരാളെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യരുത്. കാരണം ഒരാൾക്ക് അടി കൊണ്ട് വീണപ്പോ അവനാണ് എല്ലാവരും പറഞ്ഞ് എല്ലാം മുകളിലേക്ക് വെച്ച് കൈ കഴുകുന്നത് ശരിയല്ല. ഞാൻ അതിനെ വിശ്വസിക്കും. ഞാൻ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പക്ഷെ ഈ കേന്ദ്രത്തിന്റെ ഒക്കെ മെയിൻ ഹെഡ് ഓഫീസ് ഇദ്ദേഹമായിരുന്നു ഇവരെല്ലാം പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇതിനകത്തുള്ള MLA-മാരും MP എല്ലാം ഇത് ഇങ്ങനെയുള്ള ദിലീപ് പറഞ്ഞ അനുസരിച്ചാണെന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയല്ലേ. അവരൊരു ആലോചിച്ച് നോക്കൂ, അവരെത്രയോ വലിയ പോസ്റ്റ് ഇരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പറയരുത്. അവരെ ഒന്നുമല്ല. അതായത് ഇതിലെ ചില മാലിന്യം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ വിരുദ്ധമായ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുക, ഏതെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടായാൽ ആ നടിയെ ആക്രമിക്കുക, ആ നടിയെ ഒറ്റപ്പെടുത്തുക, ഈ രീതിയിലുള്ള ഒരു മാഫിയാവൽക്കരണം തീർച്ചയായും സിനിമയ്ക്ക് സമാന്തരമായി തന്നെ സഞ്ചരിക്കുന്നു. നല്ലവർക്കും നല്ല കൂട്ടായ്മയ്ക്കും ഒപ്പം ആ ഒപ്പം സഞ്ചരിച്ചിരുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാകും. അതിന്റെ നേതാവാണ് ദിലീപ് എന്നാണ് ഇവരെല്ലാം പറയുന്നത്, നിങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ദിലീപ് എല്ലാവരെയും വിളിച്ചു ചർച്ച ചെയ്തൊക്കെയാണ് ഒരു പുതിയ സംഘടന ഉണ്ടാക്കിയത് ഇല്ലേ, ഈ തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ. ഇന്ന് അതിൽ നിന്ന് പോലും അദ്ദേഹത്തിനെ പുറത്താക്കിയില്ല. അപ്പോ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ദൈവം ഒരു ശക്തി എന്ന് ഭയങ്കരം. നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോയാൽ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പണ്ടൊക്കെ 3 തലമുറ വേണ്ട കിട്ടും, ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. അവിടെയും കമ്പ്യൂട്ടർവൽക്കരണമാണെന്നോ? അവിടെയും കമ്പ്യൂട്ടറാണ്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ കൂടുതൽ പറഞ്ഞ് ഞാൻ അതല്ല ഒരു കാര്യം കൂടിയുണ്ട് ശ്രീ ബാബുരാജ്. അതായത് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു പ്രസൻസ് എന്നുള്ള നിലയിൽ, അതായത് ഈ ദിനേശ് പണിക്കർ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് ഉണ്ടായിരുന്നു. അയാളെ ചില കള്ളക്കേസിൽ കുടുക്കി പിടിച്ചിട്ടിരുന്ന അതേ സെല്ലിലാണ് ദിലീപ് ഇന്ന് പോയി കിടക്കുന്നത്. അതൊരു കാവ്യനീതിയായൊക്കെ ചിലർ നേരത്തെ സൂചിപ്പിച്ചു, ബൈജു കൊട്ടാരക്കരയൊക്കെ പോലുള്ളവർ. അല്ല, അതിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോ, കാരണം ഇതിനകത്തെ ഞാൻ ഒരാളെ മാത്രം കുറ്റം പറയരുത്. ഞാൻ ആ ഒരു എന്തുകൊണ്ട് ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ മൊത്തം നിങ്ങൾ കുറ്റം പറയുന്നില്ല? എന്തുകൊണ്ട് അവർ മാറാൻ തയ്യാറാകുന്നില്ല? അവിടെ ആക്രോശിച്ചവരുണ്ടായിരുന്നല്ലോ, ആ കമ്മിറ്റിയിലുള്ളവർ ആരും മാറുന്നില്ലല്ലോ. എന്തുകൊണ്ട് അമ്മയുടെ പ്രസിഡന്റ് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല? എന്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല? എല്ലാം നമ്മൾ കൂട്ടി വായിക്കണം. എല്ലാം കൂടി ഒരാളുടെ തലയിലിട്ടിട്ട് രക്ഷപ്പെടുന്നത് ശരിയല്ല. ഈ നിയമപരമായ കാര്യങ്ങളും നിയമപരമായ പഠനം പഠിച്ചിട്ടുള്ള ആളാണ് താങ്കൾ എന്നുള്ളത്. നിയമപരമായ കാര്യങ്ങളും പോലീസിന്റെ ഈ നീക്കങ്ങളും ഒക്കെ ഇപ്പോൾ വരെ തൃപ്തിയാണ്, തുടർന്നും എങ്ങനെയാകണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഇപ്പൊ 120B ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 120B ഗൂഢാലോചനയും ഇതിനകത്ത് കൂടി ഇതിനകത്തൊരു പ്രേരണ, അല്ലെങ്കിൽ ഇതിന് ആർക്ക് വേണ്ടിയാണ്, ഒരു മോട്ടീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കാര്യത്തിനകത്ത് പോലീസിന്റെ ഭാഗത്ത് പറയാൻ കഴിയുന്നത്, പോലീസ് വളരെ വിജിലന്റ് ആയിട്ട് ഇതിന്റെ പുറകെ ഉണ്ടായിരുന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഇതെന്തായാലും ഈ ഭരണത്തിനുള്ള ഒരു വലിയൊരു എന്താ പറയാ ഒരു പൊൻതൂലായിരിക്കും. കാരണം ജനങ്ങളെല്ലാം അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ അദ്ദേഹം നിരപരാധിയായാലും അതേക്കുറിച്ച് എനിക്ക് പറയാനില്ല. കാരണം ഇനി വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കണ്ടു ഇവിടെ ഓരോ കേസുകൾ, സൗമ്യ കേസെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതനുസരിച്ചിട്ട് ഇനി അതിനകത്ത് എഴുതി പിടിപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ ആളല്ല. പക്ഷെ എങ്കിലും ഇത് എന്താ പറയുക, ഇത് മറ്റുള്ളവർക്ക് നാളെ ഒരു വ്യക്തിക്ക് ഇങ്ങനൊന്നും തോന്നാതിരിക്കാനായിട്ടുള്ള ഒരു പാഠമായിരിക്കണം ഇതെല്ലാം. തീർച്ചയായും അത് തന്നെയാണ് നിയമവും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില മാനങ്ങൾ കൂടിയുണ്ട്, രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായൊക്കെ. അതാണ് നാം ചർച്ച ചെയ്ത് വരുന്നതും. തീർച്ചയായും കേസിൻ്റെ
വഴിത്താരകളെ സംബന്ധിച്ചും അതിൻ്റെ നിയമപ്രശ്നങ്ങളും അതിൻ്റെ ക്രിമിനോളജി സംബന്ധിച്ചും ഒക്കെ അറിയേണ്ടതുണ്ട്. തീർച്ചയായും ശ്രീ ജെയിംസ് വടക്കുംചേരി, അതായത് ദിലീപ് ഇനി പുറത്തേക്ക് എത്തുന്നത് ഒരുപക്ഷെ ജനങ്ങൾക്കറിയേണ്ടത് ഇതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ നാം അപക്വമായ കാര്യങ്ങളെന്നൊക്കെ നിയമപരിജ്ഞാനമുള്ളവർക്ക് തോന്നിയിരിക്കും. അതല്ല, ദിലീപ് ഇനി പുറത്തേക്ക് എത്തുന്നത് ഒരുപക്ഷെ ഒരു സ്വപ്നം മാത്രമായിരിക്കും. അതായത് ഇപ്പോൾ പിടിച്ചു, 19 ചാർജ് ചെയ്തു, 19 കേസുകൾ ദിലീപിന് മേൽ തെളിയിക്കപ്പെട്ട രീതിയിലേക്ക് ചാർജ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അത് പോലീസിന് ബോധ്യമായിരിക്കുന്നു. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടബലാത്സംഗം അടക്കം ചെയ്തായി 2ാം പ്രതിയാകും ദിലീപ്. ഈ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വികസിച്ചിരിക്കുന്നു. ഇതിനെ സ്റ്റാൻഡ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് തുടർന്നുണ്ടാവുക? അതായത് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഈ കേസിൽ ദിലീപ് എന്ന് പറയുന്നതായ അയാൾ സാധാരണക്കാരനല്ല, ഒരു സൂപ്പർ വ്യക്തിയാണെന്നുള്ളത് ഞാൻ അംഗീകരിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അയാൾക്ക് കോടതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ കേസ് അയാൾ അങ്ങനെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, സംശയത്തിന്റെ ആനുകൂല്യത്തിന്റെ പഴുതുകൾ അടച്ചാണ് പോലീസ് ഇന്നലെ തുടങ്ങിയിരിക്കുന്നത്. ശ്രീ ജെയിംസ് വടക്കുംചേരി, നമുക്ക് ഡിബേറ്റ് ചെയ്യാം. കാരണം എന്താ പറയുക, ഡിബേറ്റ് ചെയ്താൽ ഒരു പക്ഷേ നല്ലത് പറക്കിയെടുക്കാൻ സാധ്യമാകും. അതിനാണ് ഡിബേറ്റിന്റെ ഉദ്ദേശം, അല്ല തർക്കിക്കുക എന്നുള്ളതല്ല. അതായത് പോലീസ് ആളൂർ എന്ന അഭിഭാഷകൻ പൾസർ സുനി അടക്കമുള്ള എല്ലാ പ്രതികളെയും കാണുന്നു വക്കാലത്തെടുക്കാൻ. പക്ഷേ മാർട്ടിൻ എന്ന ഒരു പ്രതിയെ കാണാതിരിക്കുന്നു. ആ മാർട്ടിനെ ബോധപൂർവം പൾസർ സുനി ഇതിലേക്ക് കുടുക്കിയതാണ് എന്ന ധാരണയെത്തുന്നു. അപ്പോൾ പൾസർ സുനിയും മാർട്ടിനും ഈ കൃത്യം കണ്ട ആൾക്കാരും ചെയ്ത ആൾക്കാരുമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ പോലീസ് മനസ്സിലാക്കുന്നു. എത്ര ശാസ്ത്രീയമായാണ് പോലീസ് നീങ്ങിയത്. അതിനുള്ള അനുമതി ഒരുപക്ഷെ രാഷ്ട്രീയ ഇച്ഛാശക്തി തന്നെയാണ് ഈ സർക്കാരിൻ്റെ. പക്ഷേ ആ രീതിയിലേക്ക് നീങ്ങുന്നു. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ്, അതുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ പരിശോധിക്കുന്നു. ഈ ആസൂത്രണം എവിടെ നിന്ന് 2013 ഈ ഇടക്കാലങ്ങളിലുള്ള ഓരോ തെളിവുകളും അപ്രത്യക്ഷമാക്കി പോകാൻ, അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതികളുടെ കുബുദ്ധിയെയും ജാഗ്രതയെയും പോലീസ് മനസ്സിലാക്കുന്നു. ഇങ്ങനെയാണ് 9 പോയിന്റായി ദിലീപിനെതിരെ കണ്ടെത്തുന്നത്. മറ്റ് ചില വസ്തുതാപരമായ തെളിവുകൾ കൂടി ഉൾപ്പെട്ട് 19 തെളിവുകൾ ചാർജ് ചെയ്തത് എന്നതിന് ശേഷം മാത്രമാണ് പോലീസ് അറസ്റ്റിലേക്ക് പോലും നീങ്ങിയത്. ഇത്ര സമഗ്രമായ നീക്കമല്ലേ അത്? അറസ്റ്റിലേക്ക് നീങ്ങിയത് തെളിവുകൾ ശേഖരിച്ചിട്ടോ ആണ് എന്നുള്ളത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ തന്നെ ഒരു വലിയ വിപ്ലവമാണത്. സാധാരണഗതിയിൽ നമ്മൾ അറസ്റ്റ് ചെയ്യുക, തെളിവുണ്ടാക്കുകയാണ്. ഇത് മതിയായ ശക്തമായ തെളിവ് ഉണ്ടാക്കിയ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, പോലീസ് വളരെ ഇന്റലിജന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവർ നമ്മൾ കുറച്ച് കാണരുത്. കാരണം മറ്റുള്ളവരും അതാണ് പറയുന്നത്. പ്രതികളുടെ ശക്തി, അതായത് ദിലീപിന്റെ ശക്തിയെ കുറച്ച് കാണരുത്. അങ്ങനെ ദിലീപ് ആ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കിട്ടാൻ, അതായത് സംശയത്തിന്റെ ആനുകൂല്യം കിട്ടാൻ ദിലീപിന് തുറക്കാവുന്ന എന്തൊക്കെ പഴുതുകളാണ് ഇവിടെ ഉള്ളത്? പറയൂ, നിരീക്ഷിക്കൂ താങ്കളുടെ അനുഭവം. പഴുതുകളൊന്നും ഞാൻ ഈ ചാനലിൽ പറയൂല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ സയന്റിഫിക് ആയിട്ട് പോലീസ് കളക്ട് ചെയ്ത തെളിവുകൾ പോലെ തന്നെ ഈ പ്രതിഭാഗത്തിനും സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ കളക്ട് ചെയ്യാൻ പറ്റും. പാരലൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ കൂടി അത് ആരും അറിയൂല. ഈ പോലീസ് കളക്ട് ചെയ്തതായ ഈ സയന്റിഫിക് എവിഡൻസ് ഈ ദിലീപിനെതിരെ കളക്ട് ചെയ്തതുപോലെ തന്നെ സയന്റിഫിക് എവിഡൻസ് പോലീസിനെതിരെയും കളക്ട് ചെയ്യാനായിട്ട് ഡിഫൻസിന് കഴിയും. അപ്പോൾ ആ ഡിഫൻസ് ഇന്നലെ വരെയുള്ളതായ ഡിഫൻസ് സിസ്റ്റം അല്ല ഇപ്പോൾ ഉള്ളത്. അത് ഇന്നലെ വരെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അവസരത്തിൽ ആരും ഒന്നും അനങ്ങുമില്ല. ഇപ്പോഴും ചെയ്യുന്നത് അങ്ങനെയല്ല. പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഇവരും കൂടി അതിൻ്റെതായ ലെവൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കോടതിയിൽ വരുമ്പോൾ ഈ ശാസ്ത്രീയ എവിഡൻസൊക്കെ വരുമ്പോൾ രണ്ടും കൂടി കോൺഫ്ലിക്റ്റ്, പോലീസ് കളക്ട് ചെയ്യുന്നതായ എവിഡൻസും ഇവർ കളക്ട് ചെയ്ത എവിഡൻസും കൂടി ഈ കോൺഫ്ലിക്റ്റ് ചെയ്യിപ്പിച്ച് ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കിട്ടാൻ സാധിച്ചാൽ ഈ പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് അറസ്റ്റ് നടന്നിട്ട് ഇന്നലെ രാവിലെ മുതൽ ഇപ്പോൾ ഇതേവരെ അയാൾ ഈ ദിലീപ് നിസ്സഹായനാണ്, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അയാൾ സ്നേഹിക്കുകയും അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വളരെയധികം ചില്ലറക്കാരല്ല, വളരെയധികം ഈ പണം മുടക്കാൻ പറ്റുന്നതായ ജയൻസ് അയാൾക്ക് തന്നെയുണ്ട്. നിലനിൽക്കുന്ന അവസരത്തിൽ നമ്മൾ കൊച്ചായിട്ട് എല്ലാം നമ്മൾ പെർഫെക്റ്റായി എന്നുള്ളതായ ഈ നമ്മളെപ്പോഴും പറയാറുണ്ട്, അമിത വിശ്വാസം ആപത്ത് എന്നുള്ള നിലയിലേക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഞാനിവിടെ ഒന്നും ഈ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പോലീസിൻ്റെ വഴിക്ക് പോട്ടെ, ദിലീപിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ നമുക്ക് ഇനിയും ഇതൊക്കെ കോടതിയുടെ മുറിയിൽ കൂട്ടിമുട്ടുമല്ലോ. കോടതിയുടെ മുറിയിൽ കൂട്ടിമുട്ടുമ്പോൾ എങ്ങനെ വരും, ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് വരുമോ എന്നുള്ള കാര്യം എനിക്ക് പരമായ സംശയമുണ്ട്. ശ്രീ കെ വരദരാജൻ, അതായത് ദിലീപിലേക്ക് പരകായ പ്രവേശനം നടത്തി ആ പ്രതിയുടെ കാര്യങ്ങളെ
ചോർത്തിയതൊന്നുമല്ല ശ്രീ ജെയിംസ് വടക്കംചേരി. ഒരു പക്ഷേ വസ്തുതാപരമായി കേസുകളുടെ അനുഭവ പരിജ്ഞാനത്തിൽ രൂപം കൊണ്ടേക്കാവുന്ന പല സാധ്യതകളെ സംബന്ധിച്ചുമാണ് പറയുന്നത്. പ്രതി നിസ്സാരക്കാരനല്ല എന്ന് ചെവിക്കുനുള്ളി ഓർമ്മിപ്പിക്കുകയാണ് അന്വേഷണ സംഘത്തെയും സർക്കാരിനെയും സംവിധാനങ്ങളെയും ഒക്കെ. ശ്രീ കെ വരദരാജൻ. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായ ഒരു നിരീക്ഷണം തന്നെയാണ്. നമ്മുടെ നാട്ടിൻ്റെ നീതിന്യായ വ്യവസ്ഥ കുറ്റമറ്റ തരത്തിൽ നടക്കുന്ന ഒന്നാണ് എന്നാരും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രമാദമായ എത്രയോ കേസുകൾ, അതിൻ്റെ യഥാർത്ഥമായ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോയതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായും ഈ കേസിലും ചില്ലറക്കാരനല്ല പ്രതി എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിൻബലവും ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ ഏത് തരത്തിൽ ഇടപെടാനും അദ്ദേഹത്തിന് കഴിയും എന്ന് പറയുന്ന നിരീക്ഷണം വളരെ ശരിയാണ്. അപ്പോൾ അതിനെ പഴുതടച്ചുകൊണ്ട് തന്നെ ഈ കേസിൽ കുറ്റക്കാരനായ ഇദ്ദേഹം, മ്ലേച്ഛമായ നടപടികൾ സ്വീകരിച്ച ഇദ്ദേഹത്തെ കഠിനമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയത്തക്ക തരത്തിൽ കൃത്യതയോടുകൂടി ഇടപെടാനും ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കാനും കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിയണം. അത് ഈ ഗവൺമെൻറ്റിന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് സംശയത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള ഏത് നീക്കത്തെയും പഴുതില്ലാതെ തടയാൻ കഴിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇത് വളരെ പ്രമാദമായ, വളരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട, സാർവദേശീയമായി തന്നെ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഒരു സഹപ്രവർത്തകയോട് ഇത്രയും മോശമായ, മ്ലേച്ഛമായ 3 വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം 3 വർഷക്കാലം ഇത് നടപ്പാക്കാൻ ഒരുമ്പെട്ട് നടന്ന് ഈ ഹീനകൃത്യം ചെയ്യാൻ ഒരു മാനസികാവസ്ഥ ഒരാൾക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ അയാൾ മാനസികമായും വളരെ മോശപ്പെട്ട ഒരു നിലയിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. ആ അദ്ദേഹത്തിൻ്റെ മുഖംമൂടിയാണ് നമ്മൾ ഈ കാലം അത്രയും കണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി നമ്മുടെ നാട്ടിൽ വിവാഹമോചനമൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ വിവാഹമോചനം പോലുള്ള പ്രശ്നങ്ങളുടെ പിന്നിൽ വ്യക്തിവൈരാഗ്യം വികസിപ്പിച്ചെടുത്ത് ഇത്രയും മോശപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞ അദ്ദേഹത്തെ ഒരു പഴുതുമില്ലാതെ ശിക്ഷിക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കണം. അത് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശിക്ഷ ഉറപ്പാക്കുകയും ജയിലിൽ നിന്നും തീർച്ചയായും ശ്രീ വരദരാജൻ, ഈ ഘട്ടം വരെ, ഒരുപക്ഷെ ഈ ഘട്ടം വരെ താങ്കൾ പ്രകടിപ്പിക്കുന്ന ഈ ആത്മവിശ്വാസത്തിലും വളരെ കൃത്യമായ വാക്കിലും ഷാർപ്പായ നിരീക്ഷണത്തിലുമൊക്കെ ഈ ഘട്ടം വരെ സർക്കാരും പോലീസും ആ ആനുകൂല്യം മേടിക്കുന്നുണ്ട്. പക്ഷെ തുടർന്നും ഉണ്ടാകണം എന്നതുള്ളതാണ്. അവിടെ ഈ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പ്രതിക്ക് ലഭിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങളെ എത്തിക്കാം. അത് ബോധപൂർവമാകണമെന്നില്ല. അത്ര വിദഗ്ധനാണ് പ്രതി. ആ ജാഗ്രത ഉണ്ടോ ശ്രീ വരദരാജൻ? തീർച്ചയായും ആ ജാഗ്രതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കേരളത്തിൻ്റെ DGP അതേപോലെ അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആളുകൾ അവരിക്കാര്യത്തിൽ വളരെ സത്യസന്ധമായി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും അവർ വശംവദരാവുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഇടപെടലും അനാവശ്യമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള ഒരു കേസ് ഇക്കാര്യത്തിലുണ്ടാവും. ശിക്ഷ ഉറപ്പാവും. ഒരു ശിക്ഷിക്കപ്പെട്ട, ഒരു ജയിലിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ ശിക്ഷ എവിടെയാണ്, ഏത് തരത്തിലുള്ളതാണ് എന്ന് പറയാൻ ഞാനിപ്പോൾ ആളല്ല. പക്ഷേ കഠിനമായ ശിക്ഷ അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു തരത്തിലുള്ള നീതിയും അദ്ദേഹത്തിന് കിട്ടുകയില്ല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പരിമിതികൾക്കകത്ത് ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് പഴുതുണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും ആ വാക്കിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൻ്റെ വ്യക്തത തന്നെയാണ് അതിൽ പുറത്തെത്തുന്നത്. അത് ശ്ലാഘിക്കേണ്ടത് തന്നെയാണ് ഈ ഘട്ടത്തിലും. ശ്രീ റംഷാദ്, സമകാലിക മലയാളത്തിലെ മാധ്യമപ്രവർത്തകൻ കൂടിയായ റംഷാദ്, സിനിമയുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേക നാദിർ ഷായുടെയും ദിലീപിൻ്റെയും ഒക്കെ കേസുമായി ബന്ധപ്പെട്ട തിരക്കഥയ്ക്ക് പിന്നിൽ എഴുതിയ ഒരാൾ ഇവിടെ പല്ലിശ്ശേരിയും ഇരിപ്പുണ്ട്. തീർച്ചയായും ശ്രീ റംഷാദ്, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ വലിയ താരത്തിളക്കത്തിൻ്റെ മേഖലയാണ്, വലിയ ഗ്ലാമറിൻ്റെ മേഖലയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ കഥകൾക്കൊക്കെ അത്തരം
ചായക്കട കഥകൾക്കൊക്കെ ആധികാരികത നൽകി ചർച്ച ചെയ്യുക ഒരു നിലവാരത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. ആ ആനുകൂല്യങ്ങളൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു ദിലീപിൻ്റെ വിഷയത്തിൽ നമ്മുടെ നാട് ഏൽപ്പിക്കപ്പെട്ട അന്വേഷണ ഏജൻസികൾ കൃത്യമായി ദിലീപിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കും. അതൊരു പക്ഷേ ശിക്ഷയിലേക്ക് എത്തുന്നത് കോടതിയാണ്, കോടതിയുടെ മുറികളാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇവിടെ താങ്കൾ മലയാളം വാരികയിൽ എഴുതി ഈ തിരക്കഥയുമായി ബന്ധപ്പെട്ട് ദിലീപും നാദിർഷായും രൂപപ്പെടുത്തുന്ന കാര്യങ്ങൾ, പക്ഷേ അതിൽ താങ്കൾ നിരീക്ഷിച്ച അന്വേഷണ സംഘത്തിൻ്റെ പിടിപ്പുകളുകൂടെ ഒക്കെ അപ്രസക്തവുമായി ഇപ്പോൾ അല്ലേ? പക്ഷെ അവിടെ ആ സംഭവത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ആദ്യമായിട്ട് പറയാനുള്ളത് ജിംഷാദ്, ഒരു കേരളത്തിലെ സർക്കാരിന് ഈ ഒരൊറ്റ അറസ്റ്റോടുകൂടി സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചും ആധികാരികമായി പറയാനുള്ള ഒരു കെൽപ്പുണ്ടായിരിക്കുന്നു, അവരൊരു കെൽപ്പ് നേടിയിരിക്കുന്നു എന്നുള്ള പ്രസക്തമായ കാര്യം. രാവിലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്ന ഒരു കൃത്യമായ പൊളിറ്റിക്സ് അതാണ്. മറ്റാഘോഷങ്ങളും വീണടുത്ത് കിടന്ന് ദിലീപിനെ ചവിട്ടുന്നതും, ഇന്നലെ വരെ ദിലീപിൻ്റെ കൂടെ വന്നവർ ദിലീപിനെ നിന്ന് വന്മരമായിരുന്നപ്പോൾ വണങ്ങിയവർ വീണപ്പോൾ ചവിട്ടുന്നതുമൊക്കെ നമുക്കത് വിഷയമാണ്. ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ ജനസമൂഹം ദിലീപ് എന്ന നടനെ വലിയ തോതിൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരാണ്. അയാൾ വീട്ടിലെ പയ്യൻ എന്നൊക്കെയാണല്ലോ വിശേഷണങ്ങൾ. അത്തരം ആലങ്കാരിക വിശേഷങ്ങൾ ഉണ്ടാവുന്നത് ദിലീപിനോടുള്ള മലയാളികളുടെ സ്നേഹത്തിന്റെ ഒരു വലിയ എക്സ്റ്റൻഷൻ. അതൊക്കെ പോയിന്ന്. അതെ, അതാണ് അതിന്റെ മറുവശം. അത്രയും സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത്രമേൽ വെറുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒറ്റ പകലും ഒറ്റ രാത്രിയും കൊണ്ട് മലയാളികൾ ദിലീപിനെ അത്രത്തോളം വെറുക്കുന്നു. അതിൻ്റെ ഒരു വലിയ ഒരു കണ്ണികളുണ്ട് ഇങ്ങോട്ട്. ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായി നമ്മൾ പറയുമ്പോൾ തന്നെ 2013 കൊടുത്തൊരു കൊട്ടേഷൻ, ആ കൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ 2007 ഫെബ്രുവരി 17 അത് നടപ്പാക്കുന്നു. മലയാളത്തിൻ്റെ ഒരു യുവ നടി അതിനിരയാവുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീടുണ്ടാവുന്ന കാര്യങ്ങൾ, അതിൻ്റെ തുടർ ചലനങ്ങൾ ഇപ്പം വരെ എത്തുന്നു. ഇതിൽ ഒരുപാട് ആളുകൾ തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. ദിലീപ് എന്ന നടൻ എല്ലാ തരത്തിലുള്ള മാഫിയ ഇടപെടലുകളുടെയും, അതായത് അഭിനേതാക്കൾ നിശ്ചയിക്കുന്നത്, തിരക്കഥാരൻ നിശ്ചയിക്കുന്ന സംവിധായകൻ ആരാണ്, ഇഷ്ടപ്പെട്ട സംവിധായകൻ അല്ലെങ്കിൽ മാറ്റൽ നിർമ്മാതാവിനെ ചവിട്ടിത്തേക്കലടക്കമുള്ള അയാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരുപാട് ഇടപെടലുകളുടെ മാഫിയകളുടെ എല്ലാത്തിൻ്റെയും കേന്ദ്രമായിരുന്നു പറയുമ്പോൾ തന്നെ അതിന് നേരത്തെ ഇവിടെ ആരും ചൂണ്ടിക്കാണിച്ചതുപോലെ നിശബ്ദമായോ അല്ലെങ്കിൽ പിന്തുണ കൊടുത്തുകൊണ്ടോ കൂടെ നിന്ന മലയാള സിനിമയിലെ ഒരുപാട് വൻമരങ്ങൾ കൂടി ഇതോടുകൂടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നുള്ള ഒരു വിശാലമായ ക്യാൻവാസ് ഈ കേസിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഈ റിയൽ എസ്റ്റേറ്റ് ഒന്നും ഇപ്പോൾ വരെ എത്തിയിട്ടില്ല. റിയൽ എസ്റ്റേറ്റും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല എത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഈ വൈരാഗ്യം ഉണ്ടായത് കൃത്യമായി വൈകാരികമായ ചില പ്രശ്നങ്ങളിൽ രൂപം കൊണ്ടതാണ്. അത് പോലീസ് കൃത്യമായി അതിന്റെ അർത്ഥം വെച്ച് കണ്ടുപിടിക്കുന്നു. ഈ ഘട്ടത്തില്ലേ ഞാൻ പറഞ്ഞ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഉദാഹരണമായിട്ട് ഒരു അമ്മയുടെ ഉദാഹരണം തന്നെ പറയാം. ഇപ്പം അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന, അവർ മലയാള സിനിമയിലെ കലാകാരന്മാരുടെ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായി രൂപപ്പെട്ട സംഘടനയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലുണ്ടായ പ്രതിച്ഛായ എന്ന് പറയുന്ന സാധനം ടപ്പയെന്ന് വീണ് ഉടഞ്ഞു. ഒരാഴ്ച മുമ്പ് മേലോട്ട് നോക്കിയിരുന്ന ആളുകളും മീശ പിരിച്ചിരുന്ന ആളുകളും ഇന്ന് വന്നിട്ട് ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്നു ജനങ്ങളുടെ മുന്നിൽ. അവർ അന്ന് ഈ അമ്മയ്ക്ക് മകളും മകനും ഒരുപോലെയാണെന്ന് പറഞ്ഞ ഘട്ടത്തിൽ അവർ ആ വാക്കിനപ്പുറത്ത് ധാർമ്മികമായി മകളുടെ കൂടെ നിന്നില്ല, പുറത്തും നിന്നില്ല, അകത്തും നിന്നില്ല. അന്ന് അവർ ദിലീപിനെ ഫലത്തിൽ ജനങ്ങളുടെ മുന്നിൽ പിന്തുണയ്ക്കുകയായിരുന്നു. ആ പിന്തുണയുടെ ശക്തിയോടുകൂടി ഞാൻ സുരക്ഷിതനാണ് എന്ന് ദിലീപ് വിചാരിക്കുകയും അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദിലീപിൻ്റെ അറസ്റ്റ് വാർത്ത കേട്ട് ഞെട്ടിയെന്നാണ് അമ്മയുടെ പ്രസിഡന്റ് പറയുന്നത്. നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് പോകണ്ട. ഇപ്പോൾ ബിന്ദു കൃഷ്ണയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസോ ഇന്നസെന്റിന്റെ മുന്നിലേക്ക് ആ രാഷ്ട്രീയമല്ല പറയുന്നത്. അവർ ഇന്നസെന്റും മുകേഷും ഗണേഷ് കുമാറും അടക്കമുള്ള ആളുകൾ നടന്മാരാണ്, കലാകാരന്മാർ എന്നുള്ളതൊക്കെയാണ്. പിന്നെയാണ് അവർ പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ആവുന്നു, MLA ആവുന്നു, MP ആവുന്നു ഒക്കെ. പക്ഷെ കലാകാരന്മാർ എന്ന നിലയ്ക്ക് അവർക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു മിനിമം പ്രതിബദ്ധത അവർ ഈ നടിക്കെതിരായ അപമാനത്തിൽ, നടിയുടെ ഇഷ്യൂവിൽ പ്രകടിപ്പിക്കാതിരിക്കുകയും അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം അക്കമിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് നിഷ്പക്ഷ ചർച്ചയ്ക്ക് അത് അനിവാര്യമാണ്. അതായത് അതുവരെ ഈ ദിലീപ് അടക്കമുള്ള നടന്മാരോട് അവർ ആവർത്തിച്ചു വയ്ക്കുന്നു. കാരണം അവർ മുമ്പിൽ കാണുന്നത് കലാപരമായ ഒരു വലിയ ലോകമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദിലീപിനോട് ആവർത്തിച്ച് ചോദിക്കുന്നു. ദിലീപ് പക്ഷേ അങ്ങനെ ഒന്നുമേ ഇല്ല എന്ന് അഭിനയിച്ച് പറയുന്നു. ഈ ഘട്ടത്തിലാണ് അത് അഭിനയമാണെന്ന് അറിയുന്നത്. അങ്ങനെ അഭിനയിച്ച് പറയുന്നു. ഒരുപക്ഷെ അങ്ങനെ നിരപരാധിയായ അയാളെ കുടുക്കിയിട്ട്, സഹപ്രവർത്തനായ കുടുക്കിയിട്ട് നാളെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചു കഴിയുമ്പോൾ ഈ ഘട്ടത്തിൽ ഇടപെട്ടത് ശരിയായില്ല എന്നൊക്കെ തോന്നാവുന്നത് സ്വാഭാവികമല്ലേ? അതിനെ ഇങ്ങനെ നാം കീറി മുറിച്ച് ചർച്ച ചെയ്യുന്നത് ശരിയാണോ? ഒരു എതിർവാദം ഞാൻ ഡിബേറ്റ്. അതെ, അജിംഷാദ്, സംശയത്തിന്റെ ആനുകൂല്യത്തെക്കുറിച്ച് നേരത്തെ ശ്രീ ജെയിംസ് വടക്കംചേരി പറഞ്ഞു.
ആ സംശയത്തിന് ആനുകൂല്യമാണ് ഇവർ കൊടുത്തതെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വിലയിരുത്തി നോക്കൂ. കേരളത്തിലെ ഒരു പൊതു വ്യക്തിക്കും, സിനിമയിലാവട്ടെ, സാഹിത്യത്തിലാവട്ടെ, രാഷ്ട്രീയത്തിലാവട്ടെ, ഏത് മേഖലയിലും ഒരു പൊതുപ്രവർത്തകൻ തന്നെ പറയണമല്ലോ, അങ്ങനെയുള്ള ഒരു വ്യക്തിക്കും നമ്മൾ ഇത്തരം സംശയത്തിന് ആനുകൂല്യം കൊടുക്കാറില്ല. ആരോപണ വിധേയനാകുന്ന മന്ത്രി അന്ന് രാജിവെക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രമാണിത്, അല്ലേ? അത് ആരോപണം വന്ന് അന്ന് രാജിവെക്കുന്നു, നിയമസഭയെ രാജി പ്രഖ്യാപിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ ജനപ്രിയനായ ഒരു താരത്തെ അയാളുടെ സംഘടന ഇത്രയും വലിയ സംശയമുണ്ടാവുക, അതിന് അടുത്ത ഘട്ടത്തിൽ പ്രതിയാവുക, മൂന്നാം ഘട്ടത്തിൽ അയാൾ കൺവിക്റ്റഡ് ആവുക, അങ്ങനെയാണുള്ള അതിൻ്റെ ഘട്ടങ്ങൾ നിയമപരമായി തന്നെ. ഇപ്പോൾ അയാൾ പ്രതിയായിരിക്കുന്നു, അതിനെക്കുറിച്ചും പറയാനുണ്ട്. പക്ഷെ സംശയത്തിൻ്റെ ആ ഘട്ടത്തിൽ ഒന്ന് മാറ്റി നിർത്താൻ തയ്യാറാവാതെ ഒന്നുകിൽ ആശാന നെഞ്ചത്ത് അല്ലെങ്കിൽ കള്ളിക്ക് പുറത്ത്, ഇപ്പൊ എക്സ്ട്രീം സ്റ്റാൻഡാ. ഏതാ ഒരു ജനാധിപത്യപരമായ സംഘടന രീതി പോലും അല്ല ഇത്. ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തെ സംശയത്തിന് പൂർണ്ണമായും തള്ളി, അതിന് പകരം വേണമെങ്കിൽ കോടതി വിധി വരുന്നവരെ മാറ്റി നിൽക്കട്ടെ, അംഗത്തിൽ സസ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെ വേണേൽ പറയാം. അതാണല്ലോ ഒരു ഡെമോക്രാറ്റിക് രീതി. അതാണല്ലോ അന്ന് ഭയങ്കരമായി ബ്ലൈൻഡ് ആയിട്ട് കൂടെ അത് ചെയ്യാനും അവർക്കാവില്ല. ഉടനെ നിങ്ങളൊക്കെ വിമർശിക്കില്ലേ, ആ നോക്കൂ ഇരയ്ക്കൊപ്പമല്ല വീണ്ടും വേട്ടക്കാരനൊപ്പം. കാമ്പും കഴമ്പുമുള്ളവർക്ക് സ്വന്തമായി ഇച്ഛാശക്തിയും തീരുമാനം ഉണ്ടാവണ്ടേ, അതാണ് പ്രധാനം. കൺവിൻസിങ്. പല്ലിശ്ശേരി, അതായത് താങ്കൾ പറയുന്ന കാര്യങ്ങളൊക്കെയും അതിൻ്റെതായ കൾമിനേഷൻ ഏതൊക്കെ വിധത്തിലാണ് അതിൻ്റെതായ പരിണാമങ്ങൾ യുക്തിസഹമായി പരിണമിച്ചതെന്നൊക്കെ നാം കണ്ടു. അതിനൊന്നും വലിയ വാക്കുകളുടെ ആവശ്യവുമില്ല ഇപ്പോൾ. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ദിലീപുമായി ബന്ധപ്പെട്ട ഈ മാഫിയ സ്വഭാവം ഒരുപക്ഷെ അറിയാമായിരുന്നുവോ ഇവർക്കൊക്കെ, ഈ മറ്റുള്ളവർക്ക്? അവരൊന്നും ഈ മാഫിയ ശക്തിയുടെ ഭാഗങ്ങളാകില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ മാഫിയ ശക്തിയുടെ ഭാഗങ്ങളല്ല എങ്കിൽ പോലും അതൊക്കെ ഇവർക്ക് ഗണിച്ചറിയാനാകുമായിരുന്നുവോ? അങ്ങനെ അറിയാമായിരുന്നിട്ട് പോലുമാണോ ദിലീപിനെ സംരക്ഷിച്ചത്? ഇതാണ് ആരോപണ വിധേയനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആരോപണ വിധേയന് വേണ്ടി ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പല്ലിശ്ശേരി, മലയാള സിനിമയിലെ ഈ മാഫിയ സംഘവുമായി ബന്ധപ്പെട്ടൊരു നടൻ ദിലീപ് മാത്രമല്ല, മലയാള സിനിമയിലെ മിക്കവർക്കും വലുതും ചെറുതുമായവർക്ക് എല്ലാത്തിലും പങ്കുണ്ട്. ഈ സിനിമയിൽ കിട്ടാത്ത എന്താണ്? എല്ലാം കിട്ടും. മയക്കുമരുന്നിന്റെ കേന്ദ്രമാണ് അവിടെ. അത് ആവശ്യാനുസരണം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, റിയൽ എസ്റ്റേറ്റുകാരുണ്ട്. ഇതൊക്കെ ഒരാൾ മാത്രമല്ല, ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന്. അതുകൊണ്ടാണല്ലോ ദിലീപ് ഈ സംഭവം നടന്ന് ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ വെച്ച് ദിലീപിനെ ആരും സഹായിക്കാത്ത ഒരവസരത്തിൽ അവിടെ കൂടിയ പ്രധാനപ്പെട്ട നടന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്നെ ആരും സഹായിക്കുന്നില്ല, എന്നെ ഒറ്റപ്പെടുത്താനുള്ള ഭാവമെങ്കിൽ എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്കറിയാം, ഞാനതെല്ലാം തുറന്നു പറയും എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് ഈ നടനെ സഹായിക്കുവാൻ വേണ്ടി പല നടന്മാരും സംഘടിതമായി മുന്നോട്ട് വന്ന് ആലോചിക്കണം. ഇവർക്ക് കുറേശ്ശെ കാര്യങ്ങൾ എല്ലാം അറിയാമായിരുന്നു. പക്ഷെ ഇത്രയും തീക്ഷ്ണമായി ഈ ഉള്ള കാര്യങ്ങൾ അറിയുമായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ദിലീപ് ആണെങ്കിൽ എല്ലാം അവസാന നിമിഷം പോലും സ്വന്തം മകളെ പിടിച്ച് ആണയിട്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് ആണയിട്ട ഒരു ക്രിമിനലാണെന്ന് ആലോചിക്കണം. ദിലീപിനോട് മാത്രമേ സ്നേഹമുള്ളൂ. പ്രായപൂർത്തിയായ ഒരു മകളെ കുറിച്ച് പോലും ദിലീപ് ഓർത്തിട്ടില്ല എന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ദിലീപ് ഇവിടെ ഇത്രയും വലിയ ക്രിമിനലായിട്ടുള്ള കോടി, എത്ര ദിലീപിന്റെ ആസ്തി 2000 കോടിയോളം വരും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ 2000 കോടി അഭിനയിച്ചു ഉണ്ടാക്കിയിട്ടുള്ളതല്ല, റിയൽ എസ്റ്റേറ്റ് മറ്റു പലതരം ബിസിനസ്സുകൾ ഉണ്ടായിട്ടുള്ളതാണ്. ശരിക്ക് യഥാർത്ഥ ഡോൺ ആണ് ശരിക്കും ദിലീപ് എന്ന് ആലോചിക്കണം. ഈ ദിലീപ് കോടതിയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല വക്കീലിനെ ഹാജരാക്കിക്കൊണ്ട് വളരെ തന്ത്രപരമായി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് രക്ഷപ്പെടുമെന്ന് തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ശ്രീ എ സജീവൻ, അതായത് ദിലീപ് ഇത്തരത്തിൽ വലിയ ഒരു മാഫിയ ശക്തിയുടെ വേരുകളെ നിയന്ത്രിക്കുന്ന ആളായി നിലനിൽക്കുന്നു. എതിർക്കുന്നവരെയൊക്കെ പുറത്താക്കുന്ന രീതിയിലെ ജനാധിപത്യ വിരുദ്ധതയ്ക്ക് ദിലീപ് കൂട്ടുനിൽക്കുന്നു, അതിൻ്റെ നേതൃത്വം വഹിക്കുന്നു. ഒടുവിൽ ഇതെല്ലാം ക്ലാഷ് ആകുന്നു. ഈ നടിയെ ആക്രമിച്ച സംഭവത്തിൽ വളരെ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഇടപെടൽ കൊണ്ട് കൃത്യമായി ദിലീപ് കുടുങ്ങുന്നു.
ദിലീപ് കുടുങ്ങിക്കഴിഞ്ഞ് ദിലീപ് ഉള്ളിൽ പറയുന്നത് കാലെ പിടിച്ച് കരയുന്നു, മകളുടെ പേര് ചോദിച്ചപ്പോൾ തന്നെ പൊട്ടിക്കരഞ്ഞു. ഇങ്ങനെ വൈകാരികമായ പല വിക്ഷോഭങ്ങളും കാണിക്കുന്നു. പുറത്ത് ചിരിച്ചുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആണ് ഞാൻ എന്ന് ബോധ്യമാക്കുന്ന രീതിയിലുള്ള അംഗചലനങ്ങളോടുകൂടി ദിലീപ് കടന്നു പോകുന്നു. ആ സാക്ഷാൽ ദിലീപ് ആരാണ്? ഇപ്പോഴത്തെയല്ല, ഈ സംഭവം ഉണ്ടായിട്ട് സിനിമാ പ്രവർത്തകർ എറണാകുളത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചപ്പോൾ അവിടെ ഏറ്റവും വൈകാരികത മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ആളാണ് ദിലീപ്. ഏറ്റവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലാണ് ഏറ്റവും ഭീകരമായിട്ട് തോന്നുന്നത്. കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ കരഞ്ഞ് ആകെ വല്ലാത്ത കുട്ടിച്ചോറാക്കുമോ എന്ന രീതിയിലൊക്കെ തോന്നിപ്പോകുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അപ്പോൾ അത് അഭിനയിക്കാൻ അറിയാവുന്ന ദിലീപിന് സ്വാഭാവികമായിട്ട് ഇവിടെ അഭിനയിക്കാം. നമുക്ക് തന്നെ അറിയാവുന്ന പോലെ അദ്ദേഹം പോലീസ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുപോകുമ്പോഴും ജനത്തിനെയും ക്യാമറ കാണുമ്പോഴും അദ്ദേഹം ചിരിക്കാൻ പാടുപെടുകയാണ്. അത് സ്വാഭാവികമാണ്. ഒരു പ്രതി താൻ കരഞ്ഞുകൊണ്ട് ഇത് എല്ലാറ്റിനെയും സങ്കടപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ കാണിക്കണമെന്നില്ല. ദിലീപ് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും നോക്കും. ദിലീപ് ഇപ്പോൾ എൻ്റെ ആരുടെയും മുമ്പിൽ ഞാൻ നിരപരാധിയാണ്, എന്നെ കേസിൽ കുടുക്കിയതാണ് എന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോകുന്ന ആ ഘട്ടത്തിലും കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിലും പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഞാൻ നിരപരാധിയാണ്, എന്നെ കേസിൽ കുടുക്കിയതാണ്. അതല്ലാതെ ദിലീപ് ഞാൻ അപരാധിയാണെന്ന് പറയില്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ദിലീപ് എന്നൊരു വ്യക്തി കാണിച്ച ഈ പ്രശ്നങ്ങൾ അത് ഒരു നാൾ കുടുങ്ങുക തന്നെ ചെയ്യും. ദിലീപിന് എത്ര കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും ദിലീപിന് എത്രമാത്രം വലിയ അഭിഭാഷകർ വെക്കാൻ കഴിയുമെങ്കിലും അതോടുകൂടി അദ്ദേഹം കുറ്റവിമുക്തനാകും എന്ന രൂപത്തിൽ നമ്മൾ അങ്ങനെ ഒരു വിശ്വാസമൊന്നും വെക്കേണ്ട കാര്യമില്ല. നേരത്തെ ജെയിംസ് വടക്കുംചേരി പറഞ്ഞില്ലേ, സംശയത്തിൻ്റെ ആനുകൂല്യം ഇപ്പോൾ കിട്ടിപ്പോയെന്ന രീതിയിലാണ് പറയുന്നത്. നമ്മൾ സംശയത്തിൻ്റെ ആനുകൂല്യത്തിന് ഒരാളുടെ സാമ്പത്തിക ശേഷി ഒന്നല്ല പ്രധാനം. അവിടെ കേസ് എങ്ങനെയാണോ ഫ്രെയിം ചെയ്യുന്നത് അതിനു വേണ്ട തെളിവുകൾ എന്താണോ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നോക്കുക. അവിടെ പോലീസിന് പരാജയം സംഭവിച്ചാൽ പൂർണ്ണമായിട്ടും സംശയത്തിന് ആനുകൂല്യം കിട്ടും. നമുക്കതിനറിയാവുന്നൊരു ഏറ്റവും വലിയ തെളിവാണല്ലോ സൗമ്യ കേസ്. സൗമ്യ കേസിൽ തുടക്കം മുതലേ നിയമം അറിയാവുന്ന ആർക്കും അറിയാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അനാവശ്യമായ ഒരു ലിങ്കിൽ ഉണ്ടായ പാളിച്ച. അവിടെ ഈ പെൺകുട്ടി സൗമ്യ ഏതോ ഒരാൾ ട്രെയിനിൽ നിന്ന് ചാടുന്നത് കണ്ടു എന്നൊരാൾ പറഞ്ഞു. ആ പറഞ്ഞ ആൾ ഇപ്പോഴും ഈ ദിവസം വരെ അങ്ങനെ ഒരാൾ ആരാണെന്ന് ആർക്കും അറിയില്ല. അത് കേട്ട രണ്ടാളുകളുടെ മൊഴി പോലീസ് എഴുതി ചേർക്കുമ്പോൾ തന്നെ അത് പൊട്ടുമായിരുന്നു. തീർച്ചയായും അതുപോലെ തന്നെ അതിവൈകാരികമായ ഇടപെടൽ ചില വനിതാ ഡോക്ടർമാരുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായതും ഒക്കെ കേസിന് തിരിച്ചടിയായി ഭവിച്ചതാണ്. അവരൊക്കെ ഒരുപക്ഷെ നല്ല അർത്ഥത്തിൽ ചെയ്തതാകാം എങ്കിൽ പോലും. ശ്രീ കെ വരദരാജൻ, ഇങ്ങനെ എല്ലാ പരിപ്രേക്ഷ്യത്തിലും എല്ലാ ആംഗിളിലും ഈ കാര്യങ്ങളെ സമഗ്രമാക്കി മുമ്പോട്ട് പോകാനുള്ള വലിയ പ്രതീക്ഷയാണ് സർക്കാരിലും അന്വേഷണ സംഘത്തിലുമൊക്കെ ജനങ്ങൾ കാണിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ആ ദിലീപിനെ കൂക്കി വിളിക്കുന്നു, ഇത്രയേറെ തലയിൽ കയറ്റി വെച്ച താരത്തെ കൂക്കി വിളിക്കുന്നു. ആ ഘട്ടത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നത് പിണറായി വിജയനും പോലീസിനുമൊക്കെയാണ്. ഈ ടെമ്പോ നിലനിർത്താനാകണം, ഇതിങ്ങനെ മുമ്പോട്ട് പോകാനാകണം. ആകുന്നതിൻ്റെ എല്ലാ സൂചനകളും ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി തടസ്സമായി മുമ്പോട്ട് നിൽക്കുന്നത്? ദിലീപ് എന്ന ഈ വലിയ ടൈക്കൂണിൻ്റെ ചില സമ്മർദ്ദങ്ങൾ സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് പുറത്തിങ്ങനെ കഥകളായി പ്രചരിക്കുന്നത്. അതൊക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പല തെളിവുകളും സിനിമാ മേഖലയിലുള്ളവർ നൽകുകയും ചെയ്യുന്നു. കുറേ സംശയങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ശ്രീ വരദരാജൻ, ഒരു സംശയവും നമുക്ക് വേണ്ട. ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ പൊയ്മുഖം പിച്ചിച്ചീന്തുക തന്നെ ചെയ്യും കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പോലീസും. അദ്ദേഹം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സിനിമയിലെ അതികായന്മാരെ പോലും തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള വിവിധ മേഖലകളിൽ വിരാജിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. സിനിമാ നിർമ്മാതാവെന്നുള്ള നിലയിൽ, കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ, വലിയ സാമ്പത്തിക സ്രോതസ്സുള്ളയാളെന്നുള്ള നിലയിൽ എല്ലാം സിനിമാ രംഗത്ത് അതികായന്മാരെ പോലും തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് പുതിയ വാർത്തയല്ല. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടിയ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ഇത്തരം ചെയ്തികളെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കേരളീയ സമൂഹം തയ്യാറാവുന്നില്ല. ആ കേരളീയ സമൂഹത്തിൻ്റെ വികാരങ്ങൾ പൂർണ്ണമായും അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ പോലീസ്, പ്രത്യേകിച്ചും കേരളത്തിലെ നിലവിലുള്ള DGPയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും
പഴുതുകളില്ലാത്ത കേസായി ഈ കേസ് കൊണ്ടുപോകും. അതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാവിധ പിന്തുണയും എന്ന് പറഞ്ഞാൽ യാതൊരു നിയന്ത്രണങ്ങൾക്കും പോലീസ് വിധേയമാകാതെ സ്വതന്ത്രമായി അവർക്ക് പ്രവർത്തിച്ചുകൊണ്ട് ഈ കേസിൽ അദ്ദേഹത്തിന് കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാം. ഈ ഗവൺമെൻറ്റിൻ്റെ അത്തരം ഇടപെടലുകൾ ആത്മാഭിമാനത്തോടുകൂടി, അഭിമാനബോധത്തോടുകൂടി കേരളീയ സമൂഹത്തിന് ഭാവിയിൽ വീക്ഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി. ഈ ഘട്ടത്തിൽ നമ്മളോട് സഹകരിച്ചതിന് ശ്രീ കെ വരദരാജൻ.